ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ പൊതുവെ ഉള്ളൊരു കമന്റ് ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പലരും പറയാറുണ്ട്, സാർ എനിക്ക് IT ജോബ് നേടാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ടിൽ, എനിക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെയുള്ള എനിക്ക് IT ജോബ് നേടാൻ കഴിയുമോ? ഞാൻ ഇംഗ്ലീഷിലായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ, അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊമേഴ്സിലായിരുന്നു. അപ്പം എനിക്ക് IT ജോബ് നേടാൻ പറ്റും, എനിക്ക് ഏതൊക്കെയാണ് IT ജോബ് നേടാൻ പറ്റുന്നത്, ഇങ്ങനെ ട്രാജക്ടറി എന്തായിരിക്കും, എത്ര എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് അധികമായി വരുന്നു, അത് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ IT ജോബ് നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഗ്രാജുവേറ്റ്സും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കരിയർ ഗ്യാപ്പ് വന്നിട്ടുള്ളവരും ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരും ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത്, അവർക്ക് നോൺ CS ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT മേഖലയിൽ ഒരു ഫ്രഷർ അത്ര സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, കരിയറിനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഫൈനാൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മോൺ സ്റ്റാക്ക് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഓൺ ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്സിലൂടെ ഹാൻഡ്സ് ഓൺ റിയൽ ടൈം പ്രൊജക്ട്സിലാണ് നമ്മൾ അവരെ പര്യാപ്തമാക്കുന്നത്. സോ once again, I'm Sahir. Welcome to the new video of Edu Learning. ആദ്യമായിട്ട് IT ജോബ് നേടാൻ CS ഡിഗ്രി ആവശ്യമാണോ എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു എൻ്റെ അവസ്ഥ പറയാം. ഞാൻ എൻ്റെ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ പോകുന്നതും അല്ലെങ്കിൽ ഇൻഫോസിസ്, അക്സെഞ്ചർ, TCS എന്ന കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തെ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിലേക്ക് നല്ല ജോബ് കിട്ടുമെന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല നടന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്കോടുകൂടി തന്നെ, ഡിസ്റ്റിങ്ഷനോട് തന്നെ ഡിഗ്രി പാസ്സായി. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് എനിക്ക് ഒരു കമ്പനിയിലും, അത് ഇൻഫോസിസ്, TCS പോലുള്ള വൻകിട കമ്പനിയുള്ള കുഞ്ഞ് കമ്പനി സ്റ്റാർട്ടപ്സിൽ പോലും ജോലി നേടാനായില്ല, കമ്പ്യൂട്ടർ ഫീൽഡിൽ ഒരു ജോലി നേടാനായില്ല എന്നുള്ളതാണ് വാസ്തവം. അത് അനലൈസ് ചെയ്ത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ 3 വർഷത്തോളം അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞ് വെബ്സൈറ്റ് പോലും ഉണ്ടാക്കാനുള്ള സ്കില്ലില്ലായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴുള്ള പലരുടെയും അവസ്ഥ. അതായിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് 3 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഞ്ഞു വെബ്സൈറ്റ് പോലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പ്രോഗ്രാം പോലും എഴുതാനുള്ള കോൺഫിഡൻസോ അങ്ങനെ ലോജിക്കോ ഒന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരും ബാക്കി ഗ്രാജുവേറ്റ്സുകളും തമ്മിൽ ഒരു വ്യത്യാസവും IT ജോബ് നേടാനാണെന്നുണ്ടെങ്കിൽ ഇല്ല. ഞാൻ പിന്നെ മാർക്കറ്റിംഗിനാണ് കുറച്ചുകൂടെ വർക്ക്. പിന്നെ അതിൽ നിന്ന് പല ഓൺലൈൻ കോഴ്സസും സെൽഫ് ലേണിങ്ങിലൂടെയും പല ബൂട്ട് ക്യാമ്പ്സിലും ഹാക്കത്തോൺസിലും ഒക്കെ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്കൊരു IT ജോബ് നേടാനായത്. പക്ഷെ അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഡെഫിനറ്റ്ലി എനിക്ക് സ്കിൽസ് ഇല്ലായിരുന്നു. കമ്പനീസ് ഒരിക്കലും നമ്മളുടെ ഗ്രാജുവേഷൻ, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷനൊന്നും അല്ല നോക്കുന്നത്, നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നല്ല നോക്കുന്നത്, മറിച്ച് നമുക്ക് എത്ര സ്കില്ലുണ്ടെന്ന്, നമുക്ക് ആ കമ്പനിക്ക് എന്ത് വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കമ്പനീസ് ജനറലി പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പൊതുവെ കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമല്ല, എല്ലാ ഡിഗ്രിയിലും നമ്മൾ മെജോറിറ്റിയും പഠിക്കുന്നത് തിയററ്റിക്കൽ പാർട്ട് മാത്രം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുന്നില്ല. നമ്മൾ ഡേറ്റാ സ്ട്രക്ചറും, നെറ്റ്വർക്കിംഗും, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും, ഓപ്പറേറ്റിംഗ് സിസ്റ്റവും, സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എന്താണെന്ന്, എങ്ങനെ ഒരു പ്രോഗ്രാം ലോജിക്കലായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും കമ്പ്യൂട്ടർ സയൻസ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് IT ജോബ് കിട്ടുമെന്നില്ല, കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് IT ജോബ് കിട്ടാതിരിക്കും എന്നുള്ളതൊന്നുമില്ല. എഡ്യൂ ലേണിംഗിൽ നിന്ന് മെജോറിറ്റി കാൻഡിഡേറ്റ് സത്യം പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവർ എടുക്കുന്ന എഫേർട്ട്. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ ഒരു 6 മന്ത്സിലേക്ക്, ഒരു 3 to 6 മന്ത്സിലേക്ക് മിനിമം ഒരു 4 hours പെർ ഡേ ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡി ആണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു IT ജോബ് നേടാൻ കഴിയും. സോ അപ്പം നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ സിലബസ് എന്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രി റെഡി സ്കില്ല് നേടാനായിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി മേഖല അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിംഗിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ടെക്നോളജി ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കത്തില്ല.
അല്ലെങ്കിൽ ആ മെത്തഡോളജീസ് ആയിരിക്കത്തില്ല 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ വേണ്ടത്. പിന്നെ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് കരിക്കുലം ചേഞ്ച് ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചോളം നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് വർക്കുണ്ട്, പ്രൊഫസേഴ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ബേസിക് കാര്യങ്ങൾ വളരെ തിയററ്റിക്കലായിട്ട് മാത്രം യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയുണ്ട് ഈ ഒരു ഗ്യാപ്പ് മാറ്റണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ സത്യം പറഞ്ഞ എഡ്യൂ ലേണിംഗ് തുടങ്ങി. എഡ്യൂ ലേണിംഗിന്റെ എല്ലാ പ്രോഗ്രാംസും 6 to 8 months ആകുമ്പോൾ സിലബസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രി 11 സ്കിൽസ് ആണ്, റിയൽ ടൈം പ്രൊജക്ട്സിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ പേഴ്സണലി ഉറപ്പുവരുത്താറുണ്ട്. സോ എഡ്യൂ ലേണിംഗ് ഒരു കുഞ്ഞു ഓർഗനൈസേഷൻ ആണ് സാധിക്കും, പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി സംബന്ധിച്ചുള്ള അത് ഒരിക്കലും സാധിക്കണം എന്നില്ല. അതുകൊണ്ടാണ് മെജോർ സമയത്തും ഗ്രാജുവേഷൻ പഠിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും നമ്മളെ ഇൻഡസ്ട്രി 11 സ്കിൽസ് പഠിപ്പിക്കാത്തത്. സോ അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മളെ ഡിഗ്രി പ്രോഗ്രാംസ് നമ്മളെ ജോബ് നേടാൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി 11 ഒന്നും തരുന്നില്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ഡിഗ്രി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങളെ ജോബ് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ഡിഗ്രി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിലെ മികച്ച കമ്പനീസ്, അതായത് ഗൂഗിൾ ആവട്ടെ, ആമസോൺ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഇവരൊന്നും അവരുടെ കാൻഡിഡേറ്റ്സിന് ഡിഗ്രി വേണമെന്ന് പറയാറില്ല. മറിച്ച് അവർ പറയുന്നത് അവരുടെ കാൻഡിഡേറ്റ് സ്കില്ല് വേണം എന്നുള്ളതാണ്, ലോജിക്കൽ തിങ്കിങ് വേണം എന്നുള്ളതാണ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല കമ്പനിയിൽ ജോബ് നേടാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി എടുക്കണം എന്ന് തന്നെയാണ്. കാരണം ഡിഗ്രിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ അത് ഒരിക്കലും ജോബ് നേടിക്കഴിഞ്ഞാൽ കിട്ടുന്നതല്ല. നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും നെറ്റ്വർക്കിംഗ് ഇങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. സോ ഒരിക്കലും ഡിഗ്രി പഠിക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിങ്ങൾ ഡിഗ്രി ഇല്ലാതെ ജോബിന് കയറി നിങ്ങൾക്കൊരു 3 to 4 years എക്സ്പീരിയൻസ് ഒക്കെ ആയെന്ന് കരുതുക. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കമ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ തരുന്ന സാഹചര്യത്തിൽ കമ്പീറ്റ് ചെയ്യുന്നത് ഒരു ഡിഗ്രിയുള്ള കാൻഡിഡേറ്റുമായിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പനി നിങ്ങളെക്കാൾ കൂടുതൽ ഡിഗ്രിയുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഡിഗ്രി എടുക്കാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇനി പലരും സംശയമാണ്, എനിക്ക് CS ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് IT ഇൻഡസ്ട്രിയിൽ സാലറിയിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരിക്കലും കുറവ് വരത്തില്ല. കമ്പനീസ് നേരത്തെ സൂചിപ്പിച്ച ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നോക്കുന്നു, മറിച്ച് നിങ്ങളുടെ സ്കിൽസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ആവറേജ് IT മേഖലയിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ കൊടുക്കുന്ന സാലറി 3.6 lakhs ആണ്. അത് പല ലൊക്കേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോബ് റോളൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. എങ്കിലും ഇന്ത്യയിൽ ആവറേജ് 3.6 lakhs ആണ് കണ്ടുവരുന്നത്. അതിപ്പോൾ ഡേറ്റ സയൻസോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങോ ഡേറ്റ എഞ്ചിനീയേഴ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാലറി മോർ ദാൻ 5 lakhs പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയ ഡൗട്ടായ CS ഡിഗ്രി വേണമോ ഒരു IT ജോബ് നേടാനുള്ളതിന് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.